ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു മിൽക്ക് കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. പിസ്ത ഫ്ലേവറിലുള്ള മിൽക്ക് കേക്കാണ് ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണിത്. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന അത്രയും ടേസ്റ്റാണിതിന്. 3 തരം പാലുകൾ ഒരുമിച്ച് ചേർത്തിട്ടാണ് ഈ കേക്ക് വെറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് കഴിക്കാനായിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ്. കേക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് അരിപ്പ വെച്ചിട്ട് 1/2 കപ്പും 2 ടേബിൾ സ്പൂണും കൂടെ മൈദമാവ് ഇട്ട് കൊടുക്കാം. എൻ്റെ കയ്യിലുള്ളത് 120 ml കപ്പാണ്. അതിൽ 1/2 കപ്പാണ് എടുത്തത്. 1/2 കപ്പും 2 ടേബിൾ സ്പൂണും കൂടെ വേണം. അതിൻ്റെ കൂടെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂണിൻ്റെ പകുതി അളവിൽ ബേക്കിംഗ് സോഡ, ഒരു നുള്ളു ഉപ്പ്, ഇത്രയും ഇട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് 3 പ്രാവശ്യം അരിച്ച് മാറ്റി വയ്ക്കാം. കേക്ക് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും മാവ് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് അരിച്ച് വയ്ക്കണം. എന്നാലേ കേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. മാവ് ഇപ്പോൾ 3 പ്രാവശ്യം അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി മറ്റൊരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് അതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റർ ഇല്ലെങ്കിൽ വിസ്ക് വെച്ചിട്ട് ബീറ്റ് ചെയ്താലും മതി. അതിലേക്ക് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. പഞ്ചസാര കുറേശ്ശായിട്ട് ഇട്ടിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. മുട്ടയും പഞ്ചസാരയും കൂടെ ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസും 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ചെറുതായിട്ട് ഒന്നുകൊണ്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ലോ സ്പീഡിലിട്ടിട്ട് കുറച്ച് സമയം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. മാവിട്ട് നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. മാവ് കുറേശ്ശായിട്ട് ഇട്ടിട്ട് ഫോൾഡ് ചെയ്തെടുക്കണം. നല്ല സോഫ്റ്റായിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. മാവ് ഇപ്പോൾ ഫോൾഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാല് ചേർക്കാം. ചെറിയ ചൂടുള്ള പാല് വേണം ചേർക്കാൻ. വളരെ ചെറിയ ചൂടുള്ള പാലേ ചേർക്കാവൂ. ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ട് ഞാനിവിടെ ടൈഗറിൻ്റെ പിസ്ത എസൻസ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു 5-6 ഡ്രോപ്സ് ഒഴിച്ചു കൊടുക്കാം. പിസ്തയുടെ എത്ര ഫ്ലേവർ വേണമോ അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കണം. വേറെ കളറൊന്നും ചേർക്കേണ്ട കാര്യമില്ല. എസൻസ് ചേർക്കുമ്പോൾ തന്നെ നല്ല പച്ച കളർ കിട്ടും. ഇതും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇനി ഞാനിവിടെ 5 ഇഞ്ചിൻ്റെ ഒരു പാത്രമാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഓയിൽ പുരട്ടിയിട്ട് ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. കേക്ക് ടിന്നിലേക്ക് ബാറ്റർ ഒഴിക്കാം. നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ OTGയിലാണ് ബേക്ക് ചെയ്യുന്നത്. OTGയിൽ 180 ഡിഗ്രിയിൽ 35 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. ഇനി ഇതിൽ വെറ്റ് ചെയ്യാനുള്ള പാല് റെഡിയാക്കി വയ്ക്കാം. അതിനായിട്ട് 1 കപ്പ് പാൽ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 1/2 കപ്പ് ഫ്രഷ് ക്രീം ഒഴിക്കാം. 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കാം. ഇനി ഇത് മൂന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. അതിൻ്റെ കൂടെ ഒരു 3-4 ഡ്രോപ്സ് പിസ്തയുടെ എസൻസും കൂടെ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ കേക്ക് 35 മിനിറ്റ് ആയപ്പോൾ തന്നെ നന്നായിട്ട് ബേക്കായിട്ട് വന്നിട്ടുണ്ട്. ഒന്ന് തണുത്ത ശേഷം കേക്ക് ടിന്നിൽ നിന്ന് മാറ്റാം. ബട്ടർ പേപ്പർ മാറ്റിയെടുക്കാം. നല്ല സോഫ്റ്റായിട്ടുള്ള കേക്കായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. മുകൾ ഭാഗത്ത് കുറച്ചൊന്ന് പൊങ്ങിയിട്ടുണ്ട്. അതൊന്ന് മുറിച്ച് മാറ്റി ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. ഈ മിൽക്ക് കേക്ക് സെറ്റ് ചെയ്യാനായിട്ട് ഇതുപോലൊരു ടിന്നാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ ടിന്നിൽ നമ്മൾ കേക്കിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങുന്ന കടയിൽ ഇതുപോലെ വാങ്ങാനായിട്ട് കിട്ടും. ഇതിപ്പോൾ 1/2 കിലോ കേക്ക് വയ്ക്കുന്ന ഒരു ടിന്നാണ്. അതിൽ വെച്ചിട്ട് ഒന്ന് ഇതുപോലെ ഫോർക്ക് വെച്ചിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ഹോൾസ് ഇട്ട് കൊടുക്കാം. പാലൊഴിക്കുമ്പോൾ നന്നായിട്ട് ഈ കേക്കിൽ നന്നായിട്ട് പെട്ടെന്ന് പിടിച്ച് വരാനായിട്ട് ഇതുപോലെ ഹോൾസ് ഇട്ട് കൊടുക്കണം. അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച പാൽ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ മിക്സ് ചെയ്ത പാൽ മുഴുവനും ഇതിൽ ഒഴിച്ചു കൊടുക്കണം. ആദ്യം ഇതിൻ്റെ 1/4 ഭാഗം ഒഴിക്കണം. അതിനുശേഷം കഴിക്കുന്ന സമയത്ത് ബാക്കി 1/4 ഭാഗം ഉള്ളത് കഴിക്കുന്ന സമയത്ത് ഒഴിച്ചിട്ട് വേണം കഴിക്കാനായിട്ട്. ഞാനിപ്പോൾ ഇത് 1/4 ഭാഗം ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ചിട്ട് 1 മണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം. ഒന്ന് തണുത്ത് നല്ല സെറ്റായിട്ട് വരാനായിട്ട് വയ്ക്കാം. ഇത്രയും പാല് ബാക്കിയുണ്ട്. 1 മണിക്കൂറായപ്പോൾ കേക്ക് എടുക്കാം.
ഇനി കുറച്ച് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തിട്ട് പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കിയിട്ടുണ്ട്. അതിലൊരു നോസിൽ വയ്ക്കണമെന്നൊന്നുമില്ല, എങ്ങനെയായാലും വയ്ക്കാതെ ആയാലും മതി. ഇതുപോലെ ഒന്ന് കേക്കിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ ചെയ്യുന്നതേ ഉള്ളൂ. കേക്ക് എപ്പോഴും ഡെക്കറേറ്റ് ചെയ്യുന്നത് ഓരോരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യണം. കേക്കിൻ്റെ മുകളിൽ മുഴുവനും ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് കുറച്ച് പിസ്ത കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കാം. പിസ്തയോ നട്ട്സോ ചെറിയോ എന്ത് വേണമെങ്കിലും നമ്മുടെ ഇഷ്ടത്തിൽ ചെയ്യാം. ഈ കേക്ക് കഴിക്കുന്ന സമയത്ത് ബാക്കിയിരിക്കുന്ന പാൽ ഇതുപോലെ ഒഴിച്ചിട്ട് വേണം കൊടുക്കാനായിട്ട്. ഇനി ഈ കേക്ക് സെയിൽ ചെയ്യാനാണെങ്കിൽ ഇതുപോലെ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് അടച്ച ശേഷം ഒരു ടിന്നിൽ ബാക്കിയുള്ള പാൽ ഒഴിച്ചിട്ട് അതും കൂടെ കസ്റ്റമർക്ക് കൊടുക്കണം. കഴിക്കാൻ നേരത്ത് ഒഴിച്ച് കഴിക്കാനായിട്ട് പറയണം. വളരെ ടേസ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണിത്. കഴിച്ചാൽ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുന്ന അത്രയും ഒരു ടേസ്റ്റാണിതിന്. പിന്നെ ഒരു കാര്യം കൂടെ, എൻ്റെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. പിന്നെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.